മീറ്റിങ്ങുകൾക്ക് എല്ലാ സൗകര്യങ്ങളും ജനങ്ങൾക്ക് വേണ്ടുള്ളതെല്ലാം ചെയ്തു കൊടുക്കാമെന്നാണ് തീരുമാനിച്ചത്. പിന്നെ നാളെ CM വരുന്നുണ്ട് ഇവിടെ. CM വരുന്ന എന്നിട്ട് എന്താണ് എന്തൊക്കെ ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ചും കൂടി ആലോചിക്കും. അത്രയേ ഉള്ളൂ. ഇപ്പോൾ എല്ലാ സൗകര്യങ്ങളും പൊതുജനങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് എഫക്റ്റ് ചെയ്ത ആളുകൾക്കായി അതിനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. ചെയ്തിട്ടുണ്ട്. ഇല്ല, അത് ചിലത് തീരുമാനിച്ചു ഇപ്പോൾ കയറ്റിക്കൊണ്ടിരിക്കുക. നിലമ്പൂരിലുള്ള മുഴുവൻ ബോഡിയും നമ്മുടെ ഇവിടെ മേപ്പാടി ആശുപത്രിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി തീരുമാനമെടുത്ത് ബന്ധുക്കളെല്ലാം ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കയറ്റി തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഉടൻ മണിക്കൂറുകൾക്കകം എത്തിച്ചേരും. ആ കാര്യത്തിൽ പൂർണ്ണമായൊരു തീരുമാനമാണ്. ആശുപത്രി കഴിയുന്നവരെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും കൂടുതൽ ചികിത്സ ആവശ്യമുള്ളതുണ്ടെങ്കിൽ അതിനുള്ള സംവിധാനം ഒരുക്കാനും മെഡിക്കൽ കോളേജുകൾക്ക് റെഫർ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. കൂടുതൽ മെഡിക്കൽ ടീമിനെ ഇപ്പോൾ സഹകരണ മേഖലയിലെ ആശുപത്രിയിലെ മെഡിക്കൽ ടീമിനെ കൂടെ ഞങ്ങൾ നിയോഗിച്ചിട്ടുണ്ട്. അവരെല്ലാം ഇപ്പോൾ എത്തിച്ചേരും. അത് ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകൾക്ക് ചിലർക്ക് പനിയും ഛർദിലും അങ്ങനെയുള്ള രോഗങ്ങൾ വരുന്നുണ്ട്. അവരെ ശുശ്രൂഷിക്കാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ ഇന്നത്തെ ക്യാബിനറ്റ് തീരുമാനിച്ചു. അതിന് പ്രത്യേക സംവിധാനം ഉണ്ടാക്കി കഴിഞ്ഞു. അതോടൊപ്പം തന്നെ അൺഐഡൻറ്റിഫൈഡ് ആയിട്ടുള്ള ബോഡികളുണ്ട്. അത് ആരെങ്കിലും വരുമോ എന്ന് കാത്തിരിക്കുന്നതിന് വേണ്ടി കുറേ ദിവസങ്ങൾ കൂടി അല്ലെങ്കിൽ കുറേ സമയം കൂടി അത് വെയിറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ഐഡൻറ്റിഫൈ ചെയ്ത ബോഡികൾ ബന്ധുക്കളുണ്ടെങ്കിൽ അവർക്ക് വിട്ടുകൊടുക്കുക. അത് പോസ്റ്റ്മോർട്ടം നടപടികൾ പെട്ടെന്ന് ക്രമീകരിച്ച് പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് കാലതാമസമില്ല. അപ്പോൾ ആ പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ പൊതുവിൽ ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം എന്ന് ക്യാബിനറ്റ് ആവശ്യപ്പെടാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇത്രയും കേന്ദ്രം ഒരു കുടുംബത്തിന് 2 ലക്ഷം രൂപ വെച്ചിട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അത് മതി എന്നുള്ള അങ്ങനെ എന്തെങ്കിലും തീരുമാനം? ഇല്ല, കേന്ദ്രം പ്രഖ്യാപിച്ച 2 ലക്ഷം രൂപയെ പ്രഖ്യാപിച്ചുള്ളൂ. അത് സംസ്ഥാന ഗവൺമെൻറ് അതല്ല ഉദ്ദേശിക്കുന്നത്. അത് നാളെ 10:30 മണിക്ക് ഞങ്ങളിവിടെയുള്ള മന്ത്രിമാരും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എത്തിയതിനു ശേഷം ഉദ്യോഗസ്ഥന്മാരും ചേർന്നൊരു മീറ്റിംഗ് ഉണ്ടാകും. അതിനുശേഷം 11:30 മണിക്ക് ഈ ജില്ലയിലെ സർവകക്ഷി യോഗം വിളിക്കും. ഈ 2 യോഗത്തിന് ശേഷം ക്യാബിനറ്റ് കൂടി തീരുമാനിക്കും. ഇത് വെറുതെ ഒരു പൈസ പ്രഖ്യാപിക്കൽ മാത്രമല്ല, പുനരധിവാസം ഉൾപ്പെടെയുള്ള പാക്കേജ് ഉൾപ്പെടെ കാര്യങ്ങൾ ആലോചിക്കും. അത് ക്യാബിനറ്റ് കൂടി ഈ യോഗങ്ങൾക്ക് ശേഷമായിരിക്കും തീരുമാനിക്കുക. ഈ കേന്ദ്രത്തിന്റെ ഭാഗത്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു? കേന്ദ്രത്തിന്റെ ഭാഗത്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ടത് അവർ നഷ്ടപരിഹാരം നൽകാനും നമുക്ക് ആവശ്യമായ കേന്ദ്രസേനയെ ഇപ്പോൾ സൈന്യത്തെയൊക്കെ തരുന്ന കാര്യം അത് മുഖ്യമന്ത്രി ഇന്നലെ തന്നെ ആവശ്യപ്പെട്ടു. അതിൽ പാങ്ങോടുള്ളവരെ കിട്ടി, കണ്ണൂരുള്ളവരെ കിട്ടി, NDRFന്റെ സംഘമെത്തി. ഇതെല്ലാം ചേർന്നുള്ള രക്ഷാദൗത്യങ്ങളാണ് ആദ്യഘട്ടങ്ങളിൽ ആവശ്യപ്പെട്ടത്. അതിൽ സഹായങ്ങൾ അവരുടേതുൾപ്പെടെ സൈന്യത്തിൻ്റെ ഉൾപ്പെടെ വന്നിട്ടുണ്ട്. ഇവിടെ ഫയർ ആൻഡ് റെസ്ക്യൂവും അതുപോലെ പോലീസും സൈന്യവും NDRFും എല്ലാം കൂടിച്ചേർന്നുള്ള കാര്യങ്ങളാണ് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അത് കൃത്യമായി ഇപ്പോൾ ടീമായി തിരിഞ്ഞ് ഇപ്പോഴും 4 ടീമായി തിരിഞ്ഞവരുടെ വലിയ രൂപത്തിലുള്ള ദൗത്യം നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഒരു കോട്ടവും സംഭവിക്കാതെ രക്ഷാദൗത്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം ഇപ്പോൾ ആശുപത്രി കഴിയുന്ന ആളുകൾക്ക് കൂടുതൽ ചികിത്സ വേണ്ടവർക്കെല്ലാം ആ സൗകര്യങ്ങൾ ഉറപ്പാക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഐഡൻറ്റിഫൈ ചെയ്ത ബോഡികൾ വീട്ടിലെത്തിച്ചു കൊടുക്കാൻ ആവശ്യമായ ക്രമീകരണം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ രക്ഷാദൗത്യം നല്ല രൂപത്തിലുള്ള കോർഡിനേഷനോടുകൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പൊതുസ്ഥിതിയാണ് വിലയിരുത്തലുണ്ടായിട്ടുള്ളത്. ഭാവി കാര്യങ്ങൾ നാളെ രാവിലെ സുൽത്താൻ ഇവിടെ കൽപ്പറ്റയിൽ ചേരുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ എത്തിയതിനു ശേഷം അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ ചേരുന്ന യോഗത്തിൽ തീരുമാനിക്കും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ ഈ രാത്രി രക്ഷാപ്രവർത്തനം തുടരാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? അല്ല, ഇന്നലെ കുറേ ലേറ്റായിട്ട് നമ്മൾ രാത്രി കുറേ നടത്തിയല്ലോ. ആദ്യം നമ്മൾ 5 മണിയാകുമ്പോൾ നിർത്തണമെന്നൊക്കെ പറഞ്ഞിട്ട് നിന്നില്ല. വൈകിട്ട് 7:30 കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബോഡി ബുക്ക് കയറി എടുത്തുകൊണ്ട് വന്നായിരുന്നില്ല. അപ്പോൾ കുറേ കിട്ടിയ ലൈറ്റുകളും മറ്റു കാര്യങ്ങളും ഉപയോഗിച്ച് ഇന്നലെ രാത്രിയിലും ആ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ട്. അത് ഇന്നും ആ രൂപത്തിൽ തന്നെ തുടരും, സംശയമൊന്നും വേണ്ട. ഇപ്പോൾ മറ്റേ വേലിപ്പാലത്തിൻ്റെ മറ്റ് സാധനങ്ങളെല്ലാം സൈന്യം കൊണ്ടുവന്നിട്ടുണ്ട്. ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ സമാരംഭിച്ചിട്ടുണ്ട്. ഇവിടുത്തെ നിലവിലുള്ള അവസ്ഥ മിസ്സിംഗ് കേസുകൾ ധാരാളം ഉണ്ടല്ലോ. അതോടൊപ്പം തന്നെ തെരച്ചിൽ ഊർജിതമായി നടക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ കാലാവസ്ഥ രാവിലെ നല്ല തെളിച്ചുണ്ടായിരുന്നു. പക്ഷെ വീണ്ടും എങ്കിലും എല്ലാത്തിനെയും മറികടന്ന് നമ്മുടെ ഈ തെരച്ചിൽ ഊർജിതമായി നടക്കുകയാണ്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നാളെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കൽപ്പറ്റയിൽ ചേരുന്ന യോഗത്തിൽ നമുക്ക് തീരുമാനമെടുക്കാം. മറ്റുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ല. എല്ലാ ഭാഗങ്ങളും ഒരേപോലെ നമ്മൾ ശ്രദ്ധിക്കുന്നു. ഇപ്പോൾ ആരോഗ്യവകുപ്പാണെങ്കിലും LCT ആണെങ്കിലും എല്ലാം ഒരേപോലെ പ്രവർത്തിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ളൊരു പ്രോബ്ലം ഇല്ല. ഇപ്പോൾ നിലവിൽ ബുദ്ധിമുട്ടുകളൊന്നും നമുക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. TVകളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. അപ്പോൾ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായി നടക്കുന്നു. മിസ്സിംഗ് ബോഡീസ് നമ്മളിപ്പോൾ ചാലിയാറിലൂടെ ഒഴുകി വന്ന സമയത്തുള്ള അവിടെ ഊർജിതമായിട്ടുള്ള തെരച്ചിലിന് പോലീസ് പ്രത്യേകം കാര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം പോസ്റ്റ്മോർട്ടം ഇപ്പോൾ നിലവിലുള്ള മുഴുവൻ പോസ്റ്റ്മോർട്ടം ചെയ്ത് കഴിഞ്ഞു. ഏറ്റവും കൂടുതൽ 15 മിനിറ്റിനുള്ളിൽ ഒരു ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്ത് അയക്കാനാണ് തീരുമാനിച്ചത്.
അതും പൂർത്തീകരിച്ചിട്ടുണ്ട്. ബന്ധുക്കൾക്കെല്ലാം ബോഡി വിട്ടുകൊടുക്കാൻ തന്നെ തീരുമാനിച്ചു. വരുന്നവർക്കെല്ലാം വിട്ടുകൊടുക്കും. ആ രീതിയിലേക്ക് പോയല്ലോ. അതായത് പിന്നെ ബന്ധുക്കൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നതനുസരിച്ച് അവർ കൊണ്ടുപോയി ബോഡി മറവ് ചെയ്യാം. അതോടൊപ്പം തന്നെ മറ്റുള്ള കാര്യങ്ങൾക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ആലോചിച്ച് ഈ അവകാശികളില്ലാത്ത അല്ലെങ്കിൽ സ്ഥലമില്ലാത്ത സ്ഥലങ്ങളിൽ അവരുടെ ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ടെങ്കിൽ അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ചർച്ച ചെയ്ത് അതിന് ബോഡി മറവ് ചെയ്യാനുള്ള നടപടികൾ വേറെ സ്വീകരിക്കും. അതാണ് മറ്റൊരു പ്രധാനപ്പെട്ട തീരുമാനം. ഇവിടെ ദുഃഖകരമായൊരു സംഭവമാണെങ്കിലും സർക്കാർ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി. സർക്കാരിന് മനുഷ്യത്വപരമായി ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ഇതിൽ സർക്കാർ ചെയ്യും.